നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ പഠിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന BNSS 2023 അഥവാ പഴയകാല CRPC 1973 ബന്ധപ്പെട്ടിട്ടുള്ള ചില ചട്ടങ്ങളാണ്. ഇത് പഠിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഒരു സെഗ്മെൻറ്റ്, ആ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ പോലീസിന് കൊടുക്കുന്ന ആ ഒരു വിവരവും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ അന്വേഷണത്തിൻ്റെ അധികാരങ്ങളെയും പറ്റിയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് പോലീസ് എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത് എന്നും പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ എപ്രകാരമാണ് രേഖപ്പെടുത്തി വയ്ക്കേണ്ടത് എന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ വ്യക്തി അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണ് എന്നുമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കാം എന്താണ്. അപ്പോൾ CRPC സെക്ഷൻ 154 അല്ലേ? CRPCയിലെ സെക്ഷൻ 154 അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ 173 എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ CRPC സെക്ഷൻ 154 അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലാണെങ്കിൽ 173 എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇതെന്താണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഇൻഫർമേഷൻ ഇൻ കോഗ്നിസബിൾ കേസസ് എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ ഇൻ കോഗ്നിസബിൾ കേസസ്. കോഗ്നിസബിൾ കേസ് എന്താണെന്ന് നമുക്കറിയാം. അതായത് വാറൻറ്റ് വേണ്ട, നേരിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരാളെ അറസ്റ്റ് ചെയ്യുവാൻ പര്യാപ്തമായ കുറ്റം, അതിനെയാണ് നമ്മൾ കോഗ്നിസബിൾ ഒഫൻസ് അല്ലെങ്കിൽ കോഗ്നിസബിൾ ക്രൈം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ഇൻ കോഗ്നിസബിൾ കേസസ്. ഇപ്പോൾ കോഗ്നിസബിൾ കേസിൽ എന്താണ് ഇൻഫർമേഷൻ? അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ കേൾക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വാക്കാൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഇപ്പോൾ പരാതിയുമായിട്ട് വ്യക്തി സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ആ വ്യക്തി കൊടുക്കുന്ന വിവരങ്ങൾ, അതായത് വാക്കാലാണ് കൊടുക്കുന്നത്. അപ്പോൾ വാക്കാൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുക? എഴുതി രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വാക്കാൽ ലഭിക്കുന്ന വിവരങ്ങൾ എഴുതി രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. എഴുതി രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചു കേൾപ്പിക്കുകയും വേണം. വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം ഒപ്പിടുവിപ്പിക്കുക. അതായത് 3 കാര്യങ്ങളാണുള്ളത്. പരാതി ഉണ്ടെങ്കിൽ നേരെ സ്റ്റേഷനിൽ ചെല്ലുക, സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക? വാക്കാൽ വിവരം പറയുക, അല്ലേ? അതെന്ത് ചെയ്യുക? വായിച്ച് കേൾപ്പിക്കുക, ഒപ്പിടുവിപ്പിക്കുക. ഈ വക കാര്യങ്ങളാണുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വിവരങ്ങളെല്ലാം റെക്കോർഡ് ബുക്കിൽ ചേർക്കുകയും വേണം. സ്റ്റേഷനിലെ റെക്കോർഡ് ബുക്കിൽ ചേർക്കുക. ഇനി വനിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കേസുകളിൽ വനിതയാണ് പരാതി കൊടുക്കാൻ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ്, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 326A, 326B, 354, 354A, 354B, 354C, 354D, 376, 376A, 376B, 376C, 376D, 376E, 509 ഈ സെക്ഷനുകൾ പ്രകാരമുള്ള കേസിൽ ഒരു വനിതയിൽ നിന്നാണ് മൊഴിയെടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിവരം ശേഖരിക്കേണ്ടതാണ് ആ വനിതയിൽ നിന്നാണ് പറയുന്നത്. ഇനി ഇതേ കേസുകൾ പ്രകാരം ആരോഗ്യപരമായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരാളിൽ നിന്നാണ് വിവരം ശേഖരിക്കേണ്ടതുണ്ടെങ്കിലോ അയാളുടെ വാസസ്ഥലത്ത് ചെല്ലണം, അല്ലേ? അയാളുടെ വാസസ്ഥലത്ത് ചെല്ലണം. അത് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ വാസസ്ഥലമോ സൗകര്യപ്രദമായ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ചെന്നിട്ട് എന്ത് ചെയ്യണം? മൊഴിയെടുക്കുക. എങ്ങനെയാണെങ്കിൽ മാനസിക ശാരീരിക വൈകല്യമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ വാസസ്ഥലത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുക? മൊഴിയെടുക്കണം. ഇനി വെറുതെ മൊഴിയെടുത്താൽ പോലെ അതിൻ്റെ വീഡിയോ ചിത്രീകരണം കൂടി നടത്തേണ്ടതുണ്ട്. നടത്തുക. എന്നിട്ടോ ആ കേസ് കഴിയുന്നതും വേഗം മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ എത്തിക്കുക. എത്തിക്കുകയാണ് വേണ്ടത്. ഇനിയോ വാക്കാൽ ലഭിക്കുന്ന വിവരം, ചിലപ്പോൾ വാക്കാലായിരിക്കും ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. വാക്കാൽ ലഭിക്കുന്ന വിവരമാണെങ്കിൽ എന്ത് ചെയ്യണം? അത് എഴുതി രേഖപ്പെടുത്തിയിട്ട് അവരെ വായിച്ച് കേൾപ്പിക്കേണ്ടതുണ്ട്. ഇനി ഇലക്ട്രോണിക് മീഡിയ വഴിയാണ് വിവരം, അതായത് ഏതെങ്കിലും ഫോൺ കോളോ മറ്റെന്തെങ്കിലും മുഖേനയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോണിക് മീഡിയ വഴിയാണ് വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് റെക്കോർഡ് ചെയ്യുക. 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക? ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കുകയും വേണം. 3 ദിവസത്തിനുള്ളിൽ ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കുകയും വേണം, അല്ലേ? പിന്നെയോ ഈ വിവരങ്ങളും റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. അപ്പോൾ റെക്കോർഡ് ബുക്കിൽ ഈ വിവരവും ചേർക്കണം. ഇനി രേഖപ്പെടുത്തിയ വിവരത്തിൻ്റെ പകർപ്പ് എന്ന് പറയുന്നത് വിവരം കൊടുക്കുന്ന ആൾക്ക് സൗജന്യമായിട്ട് നൽകണമെന്ന് പറയുന്നുണ്ട്, അല്ലേ? രേഖപ്പെടുത്തിയ വിഷയത്തിൻ്റെ പകർപ്പ് വിവരം കൊടുക്കുന്ന ആൾക്ക് സൗജന്യമായിട്ട് നൽകേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. ഇനിയോ വിവരം രേഖപ്പെടുത്താനായിട്ട് സ്റ്റേഷൻ ചാർജുള്ള ഓഫീസർ വിസമ്മതം പ്രകടിപ്പിച്ചു. അതായത് നൽകുന്ന വിവരങ്ങളുടെ ആധികാരികതയിൽ സംശയമുള്ള സ്റ്റേഷൻ ഓഫീസർ ആ
വിവരം രേഖപ്പെടുത്താനായിട്ട് വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പരാതിക്കാരന് പോസ്റ്റ് വഴി, ബൈ പോസ്റ്റ് വഴി ആ വിവരങ്ങൾ സൂപ്രണ്ടിനെ അയച്ചു കൊടുക്കാം. കുറ്റം കോഗ്നിസബിൾ ആണ് എന്ന് സൂപ്രണ്ടിന് ബോധ്യപ്പെടുന്ന പക്ഷം സൂപ്രണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? അന്വേഷണം നടത്താനായിട്ട് മേലധികാരിക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിർദ്ദേശം ലഭിച്ച വ്യക്തിക്ക് പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. അതായത് സൂപ്രണ്ടിൽ നിന്ന് ചാർജ് ആർക്ക് ലഭിച്ചാലും അല്ലെ, നിർദ്ദേശം ലഭിക്കുന്ന വ്യക്തിക്ക് പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി കിട്ടുന്ന വിവരം തൃപ്തമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടുന്ന വിവരം തൃപ്തമല്ല എങ്കിൽ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്, അല്ലെ, മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പരാതിയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടുന്നത്? 14 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയുന്നുണ്ട്. 14 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണം. എന്നിട്ട് ആ പ്രാഥമിക അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തുടരന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുമാണ് പറയുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്? CRPCയിലെ സെക്ഷൻ 154 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സംഹിതയിലെ സെക്ഷൻ 173 ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.